PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 28/4/2025 PSC നടത്തിയിട്ടുള്ള വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷണൽ ആൻസർ കീയാണ് വായിക്കുന്നത്. അപ്പോൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോർ മനസ്സിലാക്കുക. ഓക്കെ, ഈ ചാനൽ നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ പരീക്ഷയുടെ കാറ്റഗറി കോഡ് എന്ന് പറയുന്നത് 049/2024 ഇനി നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ, ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? സി. സർദാർ KM പണിക്കർ. 2. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത്? എ. 1.25 കോടി മലയാളികൾ. 3. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഡി. ഇന്ത്യ, ചൈന. 4. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? സി. കാൺപൂർ. 5. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ബി. ഫിലാഡൽഫിയ. 6. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? എ. അന്റോണിയോ ഗുട്രസ്. 7. താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശികവാദത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണ്? സി. ചക്രവാദം. 8. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. സി. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് ഈ ശിലയാണ്. 9. എന്താണ് ക്ലിഫ്? എ. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ഇനി 10. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. സി. ടെറായിയാണ്. 11. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ബി ആണ് ശബരിഗിരി, പത്തനംതിട്ട എന്നുള്ളത്. 12. സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ബി. കൊൽക്കത്ത. 13. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഇവിടെ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് ഡി ആണ് ഉത്തരം. 14. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് സി ആണ് ഉത്തരം. 15. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? അത് ഡി. ദാദാബായ് നവറോജി എന്നുള്ളത്, മിച്ചമൂല്യ സിദ്ധാന്തം എന്നുള്ളത്. 16. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി? എ. പത്മ സുബ്രഹ്മണ്യം എന്നുള്ളതാണ്. ഇനി 17. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെ രണ്ടാമത്തെയാണ്, അതായത് ബി ആണ്. 18. ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആയിട്ടുള്ളവർ ആരെല്ലാം? ഇവിടെ തന്നിരിക്കുന്ന ആദ്യത്തെ 3 പേര് നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. അപ്പോൾ ബി ആണ് ഉത്തരം. 19. ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഒന്നാമത്തെയും രണ്ടാമത്തെയാണ്, എ ആണ് ഉത്തരം. 20. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി? ബി. 91-ാം ഭരണഘടനാ ഭേദഗതി. 21. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും മാത്രമാണ് ശരി. അപ്പോൾ സി ആണ് ഉത്തരം. ഇനി 22. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി? എ. PK തുങ്കൻ കമ്മിറ്റി. 23. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തത്? മൂന്നാമത്തെ സംഘടനാ സ്വാതന്ത്ര്യവും 4-ാമത്തെ പൊതുതൊഴിലിൽ തുല്യ അവസരവും, അതായത് ഡി ആണ്. 24. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ? ഡി ആണ്, സി വിജിൽ. 25. ചേരുംപടി ചേർത്തവ പരിശോധിക്കുക. അതിൽ ബി ആണ് 1ഉം 2ഉം ശരിയാണ്. ഇനി 26. നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യ വകുപ്പ് മന്ത്രി ആരാണ്? ഡി. കിരൺ റിജിജു. 27. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. രണ്ടാമത്തെയും മൂന്നാമത്തെയാണ്, അതായത് ബി ആണ് ഉത്തരം. ഇനി 28. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഇവിടെ തന്നിരിക്കുന്ന 3ഉം ശരിയാണ്, അപ്പോൾ ഡി ആണ് ഉത്തരം. 29. ലോക തണ്ണീർത്തട ദിനം എന്നാണ്? എ. ഫെബ്രുവരി 2. 30. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി? ഡി. വി. ശിവൻകുട്ടി. 31. കേരളത്തിലാകെയുള്ള രാജ്യസഭ സീറ്റുകൾ എത്ര? എ. 9. 32. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആര്? സി. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 33. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആര്? ബി. NS മാധവൻ. 34. പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ ഏവ?
മൂന്നാമത്തെയും നാലാമത്തെയാണ് ശരി, അതായത് ബി ആണ് ഉത്തരം. 35 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? സി, ജീവകം ഇ ആണ്. 36 സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു, ശരിയായ ജോഡി കണ്ടെത്തുക. അതിൽ രണ്ടാമത്തെ എലിപ്പനി ലെപ്റ്റോസ്പൈറ എന്നുള്ളത് സി ആണ് ഉത്തരം. 37 ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ്? രണ്ടാമത്തെയാണ് അമൃതം ആരോഗ്യം, അതായത് ബി ആണ് ഉത്തരം. 38 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏത്? ബി ആണ്, അതായത് രണ്ടാമത്തെ ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ എന്ന് പറയുന്നത്. 39 സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്ക് അനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. അതിൽ എ ആണ് ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല എന്നുള്ളത് എ ആണ് ഉത്തരം. 40 ലോക പരിസ്ഥിതി ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? ഡി ആണ്, അതായത് മൂന്നാമത്തെ സൗദി അറേബ്യ എന്നുള്ളത്. ഇനി 41 മെനിഞ്ചൈറ്റിസിനെതിരെ MEN 5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? എ ആണ്, അതായത് നൈജീരിയ എന്നുള്ളത്. ഇനി 42 ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ്? ബി ആണ്, ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണാന്തരിക പ്രതിഫലനം എന്നുള്ളത്. 43 കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ സി ആണ്, ബാക്കിയെല്ലാം ദൂരത്തിൻ്റെ യൂണിറ്റുകളാണ്. അപ്പോൾ സി സെക്കൻഡ് സമയത്തിൻ്റെ യൂണിറ്റാണ്. 44 ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. അപ്പോൾ ചെയ്തു വരുമ്പോൾ -8 സെൻറ്റിമീറ്റർ കിട്ടും. ഇനി 45 ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? എ മുംബൈ. 46 ചാറ്റ് GPT നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം? ബി ഇറ്റലി. 47 കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ്? സി കാൽസ്യം കാർബണേറ്റ്. 48 ഇരുമ്പ് ഫയലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ അയൺ ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു, എ ആണ്. 49 ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം 10 ആണ്, ഡി ആണ് ഉത്തരം. 50 ടൈറ്റാനിയം ഓക്സൈഡ് ഉൽപ്പാദനത്തിലുള്ള സംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബി ആണ്, ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് എന്നുള്ളത് ബി. ഇനി 51 അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ്? അതായത് ബോയിൽ നിയമമാണ്. മുകളിലേക്ക് വരുംതോറും പ്രഷർ കുറയുകയാണ്, അപ്പോൾ വോളിയം അല്ലെങ്കിൽ വലിപ്പം വർദ്ധിക്കും, എ ആണ്. 52 പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം? സി കാക്കനാട്. 53 മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ? സി PJ ആൻ്റണി. 54 താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ? ഒന്നാമത്തെ മാത്രമേ ഉള്ളൂ, എ ആണ് ഉത്തരം. 55 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത്? ബി EV രാമകൃഷ്ണൻ. 56 താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? 1ഉം 2ഉം ആണ് ശരി, അപ്പോൾ ബി ആണ് ഉത്തരം. 57 ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ? ബി സച്ചിൻ ടെണ്ടുൽക്കർ. 58 ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിൻ്റെ നായകൻ? ബി ജയ്പാൽ സിംഗ്. 59 പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത്? സി ബ്രൗസിംഗ് ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. 60 HTML-ൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്? ഡി ആണ്, ഇമേജ് എന്നുള്ളത്. 61 ഒരു LAN ഇൻ്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം റൗട്ടറാണ്? ബി. ഇനി 62 IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി? ബി ആണ്, സർട്ടിൻ. 63 ഇൻപുട്ട് ഉപകരണം ഇവിടെ തന്നതിൽ ഡി ആണ്, സ്കാനർ. 64 പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത്? ഡി 18 വയസ്സിൽ താഴെ പ്രായമുള്ളവരെ. 65 ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്? എ ഒരു തവണ. 66 ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി? ബി 3 വർഷം. 67 ദേശീയ വനിതാ കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷ? സി ജയന്തി പട്നായിക്. 68 ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഡി ആണ്,
69. ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങൾ ഉണ്ട്? ബി 6. 70. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? സി 150. ഇനി 71. ഒരു ത്രികോണത്തിലെ കോണുകൾ 5:3:4 എന്ന അംശബന്ധത്തിലായാൽ ത്രികോണത്തിലെ ചെറിയ കോൺ, ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെയും കൂടെ തുക 150 ആണ്. അപ്പോൾ 5x + 3x + 4x എന്ന് പറയുമ്പോൾ 150 രൂപ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഡി 45 കിട്ടും. 72. z = x + y-യിൽ x = -10 y = 3 ആയാൽ z എത്ര? അപ്പോൾ അത് ചെയ്തു വരുമ്പോൾ -7 ബി വരും. ഇനി 73. കൂട്ടത്തിൽപ്പെടാത്തത് ഡി ആണ്, 16. ഇനി 74. 6ൻ്റെ ആദ്യ 6 ഗുണിതങ്ങളുടെ മാധ്യം എത്ര? അത് സി 19 വരും. 75. 40 സെൻറ്റിമീറ്റർ നീളവും 40 മീറ്റർ നീളവും 30 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് ഒരു സമചതുരത്തിൻ്റെ ചുറ്റളവിനോട് തുല്യമായാൽ ആ സമചതുരത്തിൻ്റെ വശം എത്രയായിരിക്കും? എ ആണ്, 35. 76. ഒരു വരിയിൽ അരുൺ മുന്നിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതും ആയാൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? അപ്പോൾ മുമ്പിൽ നിന്ന് 4-മതും പിന്നിൽ നിന്ന് 20-മതും അല്ലെങ്കിൽ 23 പേര്. സി 77. 18 -6 ഹരണം 3 × 4. അപ്പോൾ ആദ്യം ഹരണവും ഗുണനമൊക്കെ ചെയ്തിട്ട് വേണം മൈനസ് ചെയ്യാൻ. അപ്പോൾ ചെയ്യുമ്പോൾ 6 ഹരണം 3 2 വരും, 2 × 4 8, 18 - 8 10 വരും. എ ആണ്. 78. -2/3 ഹോൾ ക്യൂബ് ഇൻറ്റു 3/5 ഹോൾ സ്ക്വയർ ഈക്വൽസ് ചെയ്യുമ്പോൾ സി ആണ്, -8/75 വരും. 79. 53.6 എന്ന സംഖ്യ 72.29 എത്ര കുറവാണ്? അത് തമ്മിലുള്ള വ്യത്യാസം കണ്ടാൽ 18.69 വരും. 80. 1, 2, 4 എന്ന സംഖ്യാശ്രേണിയിലെ 10-ാം പദം എ ആണ്, 512. ഇനി 81. മോഡേൺ ടെക്നോളജി മേക്സ് ഇറ്റ് ഈസിയർ ദാൻ എവർ ടു eavesdrop on electronic communication. ഡി ആണ്, ടു ലിസൺ secretly to a private conversation. 82. Do you remember the passenger who travelled yesterday without a ticket? അപ്പോൾ ബി ആണ്. 83. Martin ate the least amount of shawarma at the party, preferring to snack on vegetables. ഡി ആണ്. 84. Pursuing a graduate degree from a reputable institution these days can cost an arm and a leg. അപ്പോൾ അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻ ആം ആൻഡ് എ ലെഗ് എന്നുള്ളത് എക്സ്പെൻസീവ്. സി ആണ്. 85. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കോമ്പൗണ്ട് വേർഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ വെർബ് പ്ലസ് ആഡ്വേർബ് പാറ്റേൺ? എ ബ്രേക്ക് ത്രൂ എന്നുള്ളത്. 86. ദ ഡിസെൻഡൻസ് ഓഫ് ദ റോയൽ ഫാമിലി സ്റ്റിൽ പ്രിസർവ് ദെയർ ട്രഡീഷൻ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ്? ബി ആണ്. 87. ദിസ് ക്ലോത്ത് യൂസ് ടു ഫെയ്ഡ് വെൻ വാഷ്ഡ്? അത് ക്വസ്റ്റ്യൻ ടാഗ് ഡിഡിൻറ്റ് ഇറ്റ് എന്നുള്ള ഡി ആണ്. 88. ക്ലോസ് ദ വിൻഡോ ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്? ലെറ്റ് ദ വിൻഡോ ബി ക്ലോസ്ഡ്? ഡി ആണ്. 89. ദ പ്രിൻസിപ്പൽ ഓർഡേർഡ് എ റീം ഓഫ് പേപ്പർ ടു പ്രിൻറ്റ് ദ സ്റ്റുഡൻസ് ഹോൾ ടിക്കറ്റ്സ്? സി ആണ്. 90. ദ മാനേജർ ആസ്ക് രാജി വൈ ഡിഡിൻ യു കം ടു ദ ഓഫീസ് യെസ്റ്റർഡേ? അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടർ സ്പീച്ച് സി ആണ്. വൈ ഷീ ഹാഡ് ഇൻ കം ടു ദ ഓഫീസ് ദ പ്രീവിയസ് ഡേ എന്നുള്ളതാണ് വരിക. സി. ഇനി 91. വിൺ പ്ലസ് തലം വിണ്ടലം സന്ധി ഏത്? ബി ആദേശസന്ധി. 92. ക്ലീബം എന്ന പദത്തിൻ്റെ അർത്ഥം? ഡി നപുംസകം. 93. കൂട്ടത്തിൽപ്പെടാത്തത് ഇവിടെ ഉള്ളതിൽ ഡി മഞ്ഞാണ്. 94. ശരിയല്ലാത്ത വിപരീത പദം? ഡി ആണ്, ഉപജയം വിപരീതം അപജയം എന്നുള്ളത്. 95. ചുട്ടെഴുത്തുകൾ എന്നറിയപ്പെടുന്നത് ഏവ? എ ആ ഇ എ. 96. ചതയില്ലാത്തിടത്ത് കത്തിവെക്കരുത് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം? ബി ഫലമില്ലാത്തിടത്ത് പ്രവർത്തിക്കരുത്. 97. തന്നിരിക്കുന്ന എതിർലിംഗ രൂപങ്ങളിൽ തെറ്റായ ജോഡി? സി ആണ്, കവി കവ ഈത്രി എന്നുള്ളത്. 98. പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ? ഒറ്റപ്പദം. പി പഠിഷു. 99. സ്ത്രീ പുരുഷ നപുംസകങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ മാത്രം ബഹുത്വത്തെ കുറിക്കുന്നതാണ്? സി സലിംഗ ബഹുവചനം. 100. കാലുകൊണ്ട് വെള്ളം കുടിച്ച് തലകൊണ്ട് മുട്ടയിട്ടു എന്ന കടങ്കഥയുടെ ഉത്തരം? ഡി തെങ്ങ്. അപ്പോൾ ഇത്രയാണ് ഈ വില്ലേജ് അസിസ്റ്റൻ്റ് പരീക്ഷയുടെ PSC തന്നിട്ടുള്ള പ്രൊവിഷൻ ആൻസർ കീ. ഓക്കെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കറക്ഷനൊക്കെ കഴിഞ്ഞ് ഫൈനൽ ആൻസർ കീ PSC പിന്നീട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, താങ്ക് യു.